ദൈവഹിതമല്ലാത്തത് നേടിയെടുക്കാൻ തലമുറയ്ക്ക് തന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കരുത്. ഇസഹാക്ക് തൻ്റെ മകനായ ഏശാവിനെ അനുഗ്രഹിക്കേണ്ട സമയമായി എന്ന് ബോധ്യം വന്നിട്ട് ഏശാവിനെ അരികിലേക്ക് വിളിച്ചു. ഞാൻ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നീ എനിക്ക് വേട്ടയിറച്ചി കൊണ്ടു തരിക, അത് ഭക്ഷിച്ച് ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. ഇത് കേട്ട ഉടനെ ഏശാവ് വേട്ടയിറച്ചിക്കായി പുറപ്പെട്ടു. വേട്ടയിറച്ചിക്കായി ഏശാവ് പുറപ്പെട്ടതും ഏശാവിന് ഇസഹാക്ക് നൽകിയ ഉപദേശങ്ങളും വളരെ ശ്രദ്ധയോടെ കേട്ട റിബേക്ക താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന യാക്കോബിനെ അരികെ വിളിച്ചു. നിന്റെ അപ്പനായ ഇസഹാക്ക് ഏശാവിനെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ ഉപദേശിക്കുന്നത് ഞാൻ കേട്ടു. നീ ഒരു മൃഗത്തെ അറുത്തതിൻ്റെ മാംസം എനിക്ക് കൊണ്ടുതരിക, അത് ഞാൻ പാചകം ചെയ്തു തരാം. എൻ്റെ അപ്പൻ്റെ ടേസ്റ്റ് എനിക്ക് നന്നായി അറിയാം. ആ ടേസ്റ്റിൽ ഞാൻ നിനക്ക് പാചകം ചെയ്തു തരുന്നത് നീ അപ്പന് കൊണ്ട് കൊടുത്താൽ അപ്പൻ നിന്നെ അനുഗ്രഹിക്കും. റിബേക്ക സത്യത്തിൽ ചെയ്യേണ്ടത്, എനിക്ക് ദൈവം തന്ന 2 തലമുറകളാണ് ഇവർ. ഈ തലമുറകൾ രണ്ടുപേരും എനിക്ക് ഒരുപോലെയാണ്. ഇവരിലുള്ള ദൈവ നിയോഗം വ്യത്യസ്തമാണ്. ഇവരെ ദൈവം ഏത് വിധത്തിൽ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ വിധത്തിൽ ദൈവഹിതം മുന്നോട്ട് പോകട്ടെ. ഞാൻ എനിക്കിഷ്ടമുള്ള മകനിലേക്ക് ദൈവാനുഗ്രഹം തിരിക്കാൻ, എനിക്കിഷ്ടമുള്ളവരിലേക്ക് നിയോഗം തിരിക്കാൻ എനിക്കറിയാവുന്ന തന്ത്രങ്ങൾ ഞാൻ മെനഞ്ഞാൽ അത് തലമുറയ്ക്ക് ദോഷമുണ്ടാവുകയുള്ളൂ എന്ന് ചിന്തിക്കുകയല്ലേ ചെയ്യേണ്ടത്. ദൈവഹിതമല്ലാത്ത നിയോഗത്തിലേക്ക് തലമുറയെ കൊണ്ടുപോകാൻ നമുക്കറിയാവുന്ന നിലയിൽ നാം തന്ത്രം പ്രയോഗിക്കരുത്. അത് തലമുറയ്ക്ക് ദോഷം വരുത്തും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.